അയർലൻഡിനെതിരായ T20 പരമ്പരയിലെ നാണം കെട്ട തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിലെ മലയാളി താരം സഞ്ജു സാംസന്റെ സ്ഥാനത്തെ ചൊല്ലിയുള്ള ആശങ്ക ഇപ്പോൾ കൂടി വരികയാണ്. ടീമിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ആദ്യം പുറത്താക്കപ്പെടാൻ സാധ്യത സഞ്ജു ആണെന്നാണ് മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തന്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: സഞ്ജു സാംസന്റെ ടീമിലെ സ്ഥാനത്തെക്കുറിച്ച് എനിക്ക് വലിയ ആശങ്കയുണ്ട്. ആരെങ്കിലും ടീമിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നാൽ ആ നറുക്ക് സഞ്ജുവിനായിരിക്കും വീഴുക. സഞ്ജു ടീമിൽ സ്ഥാനം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അയർലൻഡിനെതിരായ മത്സരങ്ങളിൽ അവൻ റൺസ് കണ്ടെത്തുമോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് ആകാശ് ചോപ്ര പറയുന്നത്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 5 റൺസ് മാത്രം നേടിയ സഞ്ജു രണ്ടാം മത്സരത്തിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ 0-ന് പുറത്താവുകയായിരുന്നു. സഞ്ജുവിന്റെ ഈ മോശം ഫോം ടീമിലെ സ്ഥാനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പരാജയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നും നിരാശപ്പെടുത്തുന്ന പ്രകടനം തുടരുകയാണെങ്കിൽ ഇംഗ്ലണ്ട് പര്യടനത്തിൽ പുതിയ താരങ്ങൾക്ക് അവസരം ലഭിക്കുമെന്നുമാണ് ചോപ്ര കൂട്ടിച്ചേർക്കുന്നത്. ഈ തകർച്ചയോടെ ഇന്ത്യൻ ടീമും നായകൻ ശ്രേയസ് അയ്യരും മലയാളി താരം സഞ്ജു സാംസണുമെല്ലാം കുറിച്ച ചില മോശം റെക്കോർഡുകളുണ്ട്. ആദ്യത്തേത് അയർലൻഡിനോട് പരമ്പര തോൽക്കുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ്. ഒന്നാം മത്സരത്തിലെ തോൽവിയോടെ അയർലൻഡിനോട് ഒരു T20 മത്സരം തോൽക്കുന്ന ആദ്യ ഇന്ത്യൻ നായകനായി അയ്യർ മാറിക്കഴിഞ്ഞു. രണ്ടാം മത്സരത്തിലും പരാജയപ്പെട്ടതോടെ അയർലൻഡിനെതിരായ പരമ്പര കൈവിടുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നാണക്കേടും ശ്രേയസ് അയ്യർ നേടിയിട്ടുണ്ട്. അതേസമയം ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ 2 തവണ പുറത്താകുന്ന ആദ്യ താരം എന്ന റെക്കോർഡുമുണ്ട് കൂട്ടത്തിൽ. രണ്ടാം T20യിൽ ഇന്ത്യൻ ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ തന്നെ ഓപ്പണർ സഞ്ജു സാംസൺ 0-നായി പുറത്തായി. അന്താരാഷ്ട്ര T20യിൽ ഒരു ഇന്ത്യൻ ഇന്നിംഗ്സിലെ ഏറ്റവും ആദ്യത്തെ പന്തിൽ താരം പുറത്താകുന്നത് ഇത് 2ാം തവണയാണ്. ഈ അനാവശ്യ റെക്കോർഡ് 2 തവണ സ്വന്തമാക്കുന്ന ചരിത്രത്തിലെ ഏക ഇന്ത്യൻ ബാറ്ററാണ് സഞ്ജു സാംസൺ. അരങ്ങേറ്റ പരമ്പര തോൽക്കുന്ന 2ാമത്തെ ഇന്ത്യൻ നായകൻ എന്ന റെക്കോർഡും ശ്രേയസിന് കിട്ടിയിട്ടുണ്ട്. ക്യാപ്റ്റനായി അരങ്ങേറിയ ആദ്യ പരമ്പരയിൽ തന്നെ തോൽവി വഴങ്ങേണ്ടി വന്നത് ശ്രേയസിന് വലിയ തിരിച്ചടിയാണ്. ഇതിനു മുമ്പ് മുൻ ഓപ്പണർ ശിഖർ ധവാനാണ് ഈ മോശം റെക്കോർഡ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ശ്രേയസ് അയ്യർക്കും ആ ദുർവിധി നേരിടേണ്ടി വന്നു. എന്തായാലും മലയാളി താരം സഞ്ജു ടീമിന് പുറത്താകുമോ എന്ന് തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.